അപ്പോൾ ഓരോ അണുവിലും ഓരോ അംശത്തിലും എല്ലാ പൂർണ്ണതും നിറഞ്ഞിരിക്കുന്നു. അംശം എന്ന് പറഞ്ഞ വിടരുത്. ഓക്കെ, ചെറിയ വിത്തിന്റെ അതിന്റെ എല്ലാ ഗുണങ്ങളും അടക്കം ചെയ്തു. ആ അതുമല്ല ഈ പ്രപഞ്ച സകലമാനോ ഈ കോടാനക്കോടിയുള്ള എല്ലാം ആ ഒരു വിത്തില് ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനാണ് മീമെന്ന് പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നത്. മീമെന്ന് പറഞ്ഞത് അത് ഉൾക്കൊണ്ടിരിക്കുന്നവനാ മുറബി എന്ന് പറഞ്ഞത്. ആ മീമായ റബ്ബ്, അതാണ് ഞാൻ അതാണെന്ന് പറയാനോ ആർക്കാ പറയാൻ കഴിയാ? ഞാൻ ലോകത്തോടെ പറഞ്ഞത് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോടല്ല, നിങ്ങൾ കുറച്ച് ആളുകളോടല്ല പറഞ്ഞത്. ഞാൻ ഭൂഗോളത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുള്ള എല്ലാ കോടാനക്കോടി മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനാണ് മുന്നിലിരിക്കുന്ന കുറച്ച് ആളുകളോടല്ല. പൊട്ടത്തരം പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഭൂമിയിലെ കോടാനക്കോടി മനുഷ്യരോട്, ശാസ്ത്രജ്ഞന്മാരോടുമാണ് പറയുന്നത്. അവർ ചോദിക്കട്ടെ, ഞാൻ കാണിക്കാം, പറയാം. ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കാം. മാർഗദർശനം 35-ാമത്തെ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം പറഞ്ഞത് പല പ്രാവശ്യം. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. എല്ലാത്തവർക്കും ഉപമകളെ വിശദീകരിച്ചുകൊള്ളു. ആ സൂറത്ത് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഉപമ ഇതാന്നല്ല പറഞ്ഞത്. അള്ളാഹു 100 കൊല്ലല്ല, ആകാശഭൂമികൾ പ്രകാശമാണ് അള്ളാഹു അല്ല. അതിന്റെ ഉപമയെ ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. അതെല്ലാം പറഞ്ഞ് അവരെ വിളക്കുമാടും വിദേശ സ്വദേശിയല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കൊണ്ടോ കത്തിജ്വലിക്കുന്ന നക്ഷത്രം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ്റെ പ്രകാശത്തിലേക്ക്, ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുന്നു. ദർശനം കാഴ്ച നൽകുന്നു, കാണിച്ച് അതിൽ കൊണ്ട് എത്തിക്കുന്നു. എല്ലാത്തവർക്കും ഉപമകളെ വിശദീകരിച്ച് കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാഴ്ച നൽകി അതിൽ കൊണ്ട് എത്തിക്കുന്നവനാണ് നിങ്ങളെ മുന്നിലിരിക്കുന്ന ആ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ നാഥനാണ്, ആത്മാവ് ആയ അള്ളാഹുവാണ് നിങ്ങളെ മുമ്പിലിരിക്കുന്നത്.